എന്റെ ചുറ്റും കാണുന്നു കാണുന്നു. അവിടെ ഇട്ടപ്പോഴേ ഞാൻ ചോദിച്ചു അതേറ്റാണോ അതിലെന്തെങ്കിലും ഉണ്ടാവും. ദിസ് ഇസ് മൈ ഈ ഒരു കളറും ഈ ഒരു വാൾപേപ്പറും ഒന്നും ഇട്ടു ഒരു കളി നമുക്കില്ലല്ലേ. ഇതെന്ത് ഫ്രിഡ്ജ് ഇതിന്റെ ഉള്ളില് തുറന്നു നോക്കട്ടെ. ബെഡ്റൂമിന്റെ ഉള്ളില് ഫ്രിഡ്ജോ? അതെന്താ? ഇതെന്താ? ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഒക്കെ കാണും. ചോക്ലേറ്റ് മാത്രമാണോ ഉള്ളത്? നമ്മൾ അല്ല, ചോക്ലേറ്റ് മാത്രമല്ല, കൊറേ കോസ്മെറ്റിക്സ് ഉണ്ടാവും. എന്റെ പഠിച്ചോനെ, ഇതിന്റെ ഉള്ളിൽ എന്താണ്? അതെ, ഇതിന്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റാ? ഇതെന്റെ മാത്രം കോസ്മെറ്റിക്സ്. പെർഫ്യൂം ഒക്കെ തണുപ്പിച്ചാണോ അടിക്കുന്നത്? ഇത് പെർഫ്യൂം അല്ലേ? അത് പെർഫ്യൂം അല്ല, സൺസ്ക്രീനാ. ഇതിന്റെ സൺസ്ക്രീൻ ഇങ്ങനെ എന്റെ ഇങ്ങനെയല്ല. രാത്രി ആവുമ്പോ ഇങ്ങനെ മോനെ കിടത്തി കഴിയുമ്പോ വെറുതെ ഫോൺ ഇടുമ്പോ എന്തെങ്കിലും തിന്നാൻ തോന്നും. അപ്പൊ താഴത്തേക്ക് പോകണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നൈസ് ഇങ്ങനെ ഒരു ഇത് വേണം എനിക്ക്. ഇതാരാ? വീണ്ടും ഷംന. ഇത് ഷംനയാണോ? പിന്നെ ആണോ? എന്തൊരു ചേഞ്ച് അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ 14 years. അതെ, ഇത് 14 years ബാക്ക്. ഇത് ഇവിടെ നോക്കിയ ഭാവന. അയ്യോ, അവിടെ നോക്കിയ ഭാവന പോലെ ഉണ്ടെന്ന്. ഭാവന പോലെ ഉണ്ട്. നിങ്ങൾ നോക്കണോ ശരിക്കും? ഇതിനൊരു ഭാവന കണ്ടില്ലേ? അതെ, അതിനൊരു ശരിക്കും ഭാവന അസിൻ തമ്മിലൊരു ചായ ഉണ്ട്. ഉണ്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തോന്നി. ഭാവനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമായി. കാരണം ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പം പിന്നെ ഭവീനെ പോലെ ഉണ്ടെന്ന് ഹാപ്പി. അല്ലേ? നമ്മൾ എവിടെ തപ്പിയിട്ടും കാണാത്തൊരു സംഭവം കിട്ടി. ഇതാ ഇക്കാന്ന് പറഞ്ഞ നെഞ്ഞത്തൊക്കെ ഇട്ട് നടന്നിട്ട് ഒരു ഫോട്ടോ പോലും ഇല്ല. ഫോട്ടോ കിട്ടിയേ. നൈസ്. ഇത് നിങ്ങളുടെ ഗോൾഡൻ വിസ ആണോ? അതെ, എന്റെ ഗോൾഡൻ വിസ കിട്ടിയ സമയത്ത് ഉള്ള ഫോട്ടോ ആണിത്. ഗോൾഡൻ വിസയ്ക്ക് വേണ്ടിട്ടല്ലേ പോയിരുന്നത്? എന്നിട്ടല്ലേ കണ്ടത്? പക്ഷെ ആ സമയത്ത് ഒരു അറബി മരിച്ചതുകൊണ്ട് എനിക്ക് ഗോൾഡൻ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഗോൾഡൻ വിസ. ഗോൾഡൻ വിസ വാങ്ങാൻ പോയ ആള് ഗോൾഡൻ വിസ കിട്ടുമ്പോഴേക്കും ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വിസയായി കേട്ടോ. വിസ അടിച്ച് കൈ ഇതിലെന്തൊക്കെ ഭയങ്കര മൊഞ്ചനാണ്. അല്ലെങ്കിൽ മൊഞ്ചനല്ലേ? ഭയങ്കര മൊഞ്ചൻ തന്നാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട്. എന്താ മെഴുകുതിരിക്കുമ്പോ ഇത് പണ്ട് വെച്ചാല് നമ്മുടെ വീട്ടിൽ കൂടുന്ന സമയത്ത് ദുബായിന്ന് ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ കാൻഡിൽ സ്റ്റാൻഡ് ആണ് മെഴുകുതിരി വെച്ച് ഇങ്ങനെ. ഞാൻ വിചാരിച്ചത് ഞാൻ സൂപ്പർ ഡാൻസർ ചെയ്യുമ്പം എന്റെ ഒരു പ്രോപ്പർട്ടി റൗണ്ടില് ഞാൻ കാൻഡിൽ സ്റ്റാൻഡ് ഡാൻസ് ചെയ്ത മയ്യ മയ്യ എന്ന് പറഞ്ഞു. തലയിൽ വെച്ചിട്ടോ? തലയിൽ വെച്ചിട്ടോ. ഇത് തലയിൽ വെച്ചിട്ടോ? ഇതല്ല, അത് വേറെ ഒരു അറബിക് സാധനം. അത് അതിന്റെ വേറൊരു വേർഷൻ ആണ്. ഓക്കെ. ഇത് എന്റെ കുഞ്ഞിന്റെ കിറ്റ്. എല്ലാം ഉണ്ട്, മെഡിസിൻസ് എല്ലാം പുള്ളിക്കാരനെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. എല്ലാം വെക്കും, എപ്പോഴും ആവശ്യം വരാൻ പറ്റില്ലല്ലോ. ഇതെന്താണ്? ഇവിടെ ചോയ്സ് വല്ലതുണ്ടോ? ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കൊടിനോട് കുറച്ച് ക്രേസ് എന്നല്ല. നമ്മള് സ്കൂളിൽ പഠിക്കുമ്പം ഇത്ര വെറൈറ്റി ഒന്നും വാങ്ങിച്ചു തരാൻ കാശുണ്ടായിരുന്നില്ല.